അതിരപ്പിള്ളിയിൽ മസ്തിഷ്കത്തിന്റെ മുറിവേറ്റ ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ. മയക്കുവെടി വെക്കാനുള്ള ദൌത്യം തുടരും. ആനയെ കൃത്യമായി നിരീക്ഷിക്കും. വനംവകുപ്പിനാൽ സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. ആന വീണ്ടും എണ്ണപ്പനത്തോട്ടത്തിൽ എത്തി. അഖിൽ ചേരുന്നു. അഖിൽ, വിവരങ്ങൾ. ധന്യ, ആന നിലവിൽ ഇപ്പോൾ, അതായത് കുറച്ചു നേരം മുമ്പ് ഈ റിസർവ് വനത്തിനുള്ളിലേക്ക് കയറിയിരുന്നു. അധികം ഉള്ളിലേക്ക് കയറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന ഇപ്പോൾ തിരികെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആ ദൂരദർശനങ്ങളിൽ കാണുന്നത് ആ കൊമ്പൻ അവന്റെ മസ്തകത്തിലേക്ക് ഈ മണ്ണ് വാരിയിരുന്നു. ആ മുറിവുള്ള ഭാഗത്തേക്ക് കുറച്ച് ദിവസങ്ങളായി ആന തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അത്തരത്തിൽ ആനകൾ മസ്തകത്തിലേക്ക് മണ്ണ് വാരിടുമെങ്കിലും ഇത്തരത്തിൽ ഒരു ഇടവേളയില്ലാതെ തുടർച്ചയായി മണ്ണ് വാരിയിടുന്ന ഇത്തരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു അസ്വസ്ഥത അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഇതിന് തൊട്ട് താഴെയുള്ള ഭാഗത്തേക്ക് എത്തി വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഈ ചെളിയും അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് എടുത്ത് ഇതുപോലെ മസ്തകത്തിലേക്ക് ആന വാരി ഇടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാടേക്ക് എത്തിച്ച് ചികിത്സ നൽകാനുള്ള ദൗത്യം തുടരുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള പ്രമോദ് ജി കൃഷ്ണൻ അദ്ദേഹം അല്പസമയം മുമ്പ് അവിടേക്ക് എത്തുകയും ആ തീരുമാനം പറയുകയും ചെയ്തിരുന്നു. 70% ചാൻസ് ആണ് ആന രക്ഷപ്പെടാനുള്ളത്. 30% ആനയ്ക്ക് ദൗത്യത്തിൽ അപകടം സംഭവിക്കാൻ അല്ലെങ്കിൽ മരണമടക്കമുള്ള കാര്യം സംഭവിക്കാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. എന്തായാലും ആ 30% ഉണ്ടെങ്കിൽ പോലും അത് വനംവകുപ്പ് എടുക്കുന്നു. 30% വനംവകുപ്പ് എടുക്കുന്നു. എന്നാലും ആനയെ ചികിത്സിക്കുക, അതായത് ഒരുപക്ഷെ ഇത് സ്വാഭാവിക സംഭവമാണ്. ആനയ്ക്ക് ഇത്തരത്തിൽ മുറിവുകളൊക്കെ പറ്റാറുണ്ട്. ഈ ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആനകൾക്ക് പരിക്കും മരണം വരെ സംഭവിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആനകളും ചികിത്സിക്കാറില്ല. പക്ഷേ ഈ ആന ഇപ്പോൾ ഇത്തരത്തിൽ കൺമുൻപിൽ, അതായത് ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ആന ഈ വനംവകുപ്പിന്റെയൊക്കെ ഒരു നോക്കത്താ ദൂരത്ത് നിന്ന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടെന്ന് കാണുന്നത് കൊണ്ട് ആനയെ ചികിത്സിക്കാൻ തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ ആനയെ മുൻപ് ചികിത്സ നൽകിയതുമാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചികിത്സയ്ക്ക് നൽകാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിന് തൊട്ടും 24-ാം തീയതി ചികിത്സ നൽകിയതിനു ശേഷം ആനയുടെ മുറിവ് ഉണങ്ങി തുടങ്ങിയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് പിന്നീട് ഇൻഫെക്ഷൻ വീണ്ടും വരികയും ആന വീണ്ടും ഇത്തരത്തിൽ ഒരു ഗുരുതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുടെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആനയ്ക്ക് മയക്കുവെടി നൽകിയാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആനയ്ക്ക് അത് പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കടന്നുപോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ആനയ്ക്കുണ്ട്. കാരണം ആന സ്വമേധയാ വെള്ളം എടുക്കുന്നുണ്ട്, അതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അതായത് സ്ട്രോയിൽ ഒരു ഹോള് വീണാൽ സംഭവിക്കുന്ന പോലെയാണ് ആന സംഭവിച്ചിരുന്നത്. പക്ഷേ അതിൽ എങ്ങനെ അതിനെ മറികടക്കണമെന്ന് ആന ഇതിനോടകം പഠിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ആന വെള്ളം കുടിക്കുന്നതിലൂടെ മനസ്സിലാകുന്നതെന്നാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ആനയുടെ ദൗത്യം മുന്നോട്ട് പോവുകയാണ്. അതിൽ ആദ്യം ഏറ്റവും പ്രധാനം നൽകുന്നത് ഈ കൂട് നിർമ്മിക്കുന്നതിനാണ്. നിലവിൽ ഈ കോടനാടുള്ള കൂട് പൂർണ്ണമായും സജ്ജമല്ല. ആ കൂടിന് ചില കേടുപാടുകളുണ്ട്. അപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തണം. അതിനായി ഈ ഇതടക്കം, അതായത് മറയൂരിൽ നിന്നും തടികളടക്കം കൊണ്ടുവരേണ്ടതുണ്ട്. യൂക്കാലി തടികൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആ തടികൾ എത്തിക്കാനുള്ള ഒരു കാലതാമസം, എന്തായാലും അതിനുള്ള നടപടികൾ ക്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ആനയുടെ നടപടിക്രമങ്ങൾ കൃത്യമായി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂടിന് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ദൗത്യത്തിലേക്ക് കിടക്കും. അതിനിടയിൽ തന്നെ ഈ കുങ്കികളെ എത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ദൗത്യ സംഘം, അതായത് നിലവിൽ ഇപ്പോൾ അരുൺ സക്രെ മാത്രമാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങൾ മറ്റുള്ളവർ എത്താറുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഇതിനിടയിൽ, ഈ കൂട് നിർമ്മാണം നടക്കുന്നതിനിടയിൽ തന്നെ അതിരപ്പള്ളിയിലേക്ക് എത്തും. അതിനുശേഷം ആനയെ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ നിരീക്ഷിക്കും. കൃത്യമായൊരു നിരീക്ഷണം നടത്തി കൃത്യമായൊരു സമയവും സൗകര്യം വെക്കുമ്പോൾ ഈ കൂടി നിർമ്മാണം കൂടി പൂർത്തിയായാൽ ഉടൻ തന്നെ ആനയെ മയക്കുവെടി വെച്ച് കോടനാടേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ആനയെ അതിനുശേഷം വിശദാംശങ്ങൾ നൽകിയത്.